ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് ഫ്ലവറാണ് നമ്മുടെ അതിഥി. മെയ് ഫ്ലവർ എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ്, പക്ഷെങ്കിൽ ഇതിൻ്റെ ഫുട്ബോൾ ലില്ലി എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത് കേട്ടോ. ഈ മെയ് ഫ്ലവർ എന്നും പറഞ്ഞ് ഇംഗ്ലണ്ടിൽ പറയുന്നത് ഒരു സൈസ് വെള്ള ചെറിയ പൂക്കളുണ്ടാകുന്ന ഒരു ലില്ലിയാണ്. അപ്പോൾ അതേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്. പിന്നീട് ഈ ഇലകൾ അങ്ങനെ കാണാനില്ല. ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഫുൾ ബൾബ് പോലെ തന്നെ വിരിഞ്ഞിങ്ങനെ വരും. ഒരു കുട നിർത്തി വെച്ച പോലെ ഇരിക്കും കേട്ടോ. ഒരു 10, 200, 300 ചെറിയ ചെറിയ പൂക്കൾ കൂടിയതാണ് ഈ ഒരു ഒറ്റ ബൾബ് പോലെ നമ്മൾ ഇന്ന് കാണുന്ന ഈ മെയ് ഫ്ലവർ. കുറേ ദിവസങ്ങൾ ഇതിങ്ങനെ വിരിഞ്ഞ് തന്നെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ഓരോന്ന് ഇത് കരിഞ്ഞ് വാടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവരെ കാണണമെങ്കിൽ അടുത്തൊരു വർഷം കഴിയണം. ഇതിൻ്റെ ബൾബുകളാണ് കേട്ടോ. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വെയിൽ വേണ്ട. ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നല്ലപോലെ വിരിഞ്ഞ് വന്നോളും, വെയിലൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ പോട്ടിനകത്തൊക്കെ വളർത്തുകയാണെങ്കിൽ അങ്ങനെ ബൾബുകൾ നമുക്ക് എന്നും സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ വെറും തറയിൽ ഇങ്ങനെ നിന്നാൽ ഒരു പക്ഷേ അതൊക്കെ കുറേ നമ്മൾ വേറെ എന്തിനൊക്കെ കുഴിച്ചൊക്കെ വരുമ്പോഴത്തേനും വിത്തുകളൊക്കെ പൊട്ടിയും നഷ്ടപ്പെട്ടൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു പ്ലേസ് നമ്മൾ നോക്കി വെച്ചേക്കുകയാണെങ്കിൽ അടുത്ത വർഷവും അവിടെ തന്നെ ഉണ്ടായി വരും. എല്ലാ ദിവസവും വാട്ടറിങ് ഒന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വാട്ടറിങ് മതി. അവർ ഷെയ്ഡഡ് ഏരിയയിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ മണ്ണ് നല്ല നമ്മൾ പോട്ടിനകത്താണെങ്കിൽ നല്ല ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാതെ ഇങ്ങനെ അവർക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള സോയിലൊക്കെയാണ് ഈ ചെടിക്ക് ഇഷ്ടം. പിന്നെ എന്തുവാ, ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിനൊരു സയൻറ്റിഫിക് നെയിമുണ്ട്. സ്കെഡോക്സസ് മൾട്ടിഫ്ലോറസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് മെയ് ഫ്ലവർ എന്നാണ്. മെയ്യിലുണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ശരിക്കും ഫുട്ബോൾ ലില്ലി എന്നാണ് ഇതിൻ്റെ ശരിക്കും ഒരു പേര്. ഈ ലില്ലി തന്നെ പല ടൈപ്പുണ്ട്, പല കളറിലും അല്ലാതെ ഷേപ്പിലും എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ ഇതും ഫുട്ബോൾ ലില്ലിയാണ്. നമ്മൾ ഇതിനെ മെയ് ഫ്ലവർ എന്നാണ് പറയപ്പെടുന്നത്. ഗാർഡനിൽ നല്ലൊരു പൂക്കളൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നവർക്ക് എപ്പോഴും കിട്ടത്തില്ല, സീസണലാണ്. അപ്പോൾ തന്നെ അങ്ങനെ വളർത്താൻ പറ്റിയ വലിയ പരിചരണമൊന്നും ഇല്ലാതെ വളർത്താനായിട്ട് നമുക്ക് പറ്റിയ ഒരു ടൈപ്പ് പ്ലാന്റാണ് ഈ ഒരു ഫുട്ബോൾ ലില്ലി, അല്ലെങ്കിൽ നമ്മൾ മെയ് ഫ്ലവർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. പണ്ടുണ്ടായിരുന്ന പല ചെടികളും ഇപ്പോൾ കാണാനില്ല അല്ലേ, എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് ഈ മെയ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന പറ്റിയൊരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.